ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു എയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. പഴയ ഒരു എയർ ബാൻഡിനെ നമുക്ക് പുതുക്കിയെടുക്കാം. 2 എയർ ബാൻഡുണ്ട്, അതിനെ ഒന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. B600 പശയാണ് ഉപയോഗിക്കുന്നത്, അത് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്യണം. ഇന്ന് സാറ്റിൻ്റെ ചെറിയ റിബൺ കൊണ്ട് പൊതിഞ്ഞെടുക്കുക. പിന്നീട് ഒരു 3/4 മീറ്ററോളം നീളമുള്ള ഒരു വയർ എടുക്കുക. അതിൽ സൈഡ് ബീഡും കൂടെ പേളിൻ്റെ ഓഫ് വൈറ്റ് ബീഡും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 5 ബീഡുകൾ വേണം. 5 ബീഡ്, അതുപോലെ തന്നെ അതിന് ചുറ്റും സൈഡ് ബീഡും ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു റെഡ് ബീഡ് ഇട്ട് കൊടുക്കുക. ഒരു വശത്തുനിന്ന് കോർക്കുക, മറുവശത്തുനിന്നും കോർത്തിട്ട് ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കുക. ഇതേ രീതിയിലായിരിക്കും വരുന്നത്. അടുത്തതായിട്ടും ഒരു വശത്ത് 2 സൈഡ് ബീഡും 2 പേൾ ബീഡും, അതുപോലെ തന്നെ മറുവശത്തും 2 വീതം ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു സൈഡ് ബീഡ്, പിന്നെ പേൾ ബീഡ്, പിന്നെ ഒരു സൈഡ് ബീഡ്, ഒരു പേൾ ബീഡ്, ആ രീതിയിൽ. ഇങ്ങനെ 2 വശത്തും 2 ബീഡ്സ് ഇട്ടതിന് ശേഷം മുമ്പ് ചെയ്തതുപോലെ തന്നെ അതിനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു റെഡ് ബീഡ് ഇട്ട് കൊടുക്കുക. അടുത്തതും ഇങ്ങനെ തന്നെ, ഇങ്ങനെ എത്ര നമുക്ക് ഹെയർ ബാൻഡിന് നീളം വേണം അത്രയും ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു വശത്ത് 2 ബീഡ്, മറുവശത്ത് 2 ബീഡ്, 3 ബീഡ്, അങ്ങനെ 5 ബീഡ് വേണം മൊത്തം. ഫസ്റ്റ് ചെയ്തത് 5 ബീഡിലാണ് തുടങ്ങിയത്, അതുപോലെ തന്നെ 5 ബീഡിൽ തുടങ്ങി അങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇവിടെ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് മോഡൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അതേ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഹെയർ ബാൻഡുമേൽ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ചെറിയൊരു ഫ്ലവർ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ. ആ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കണം. ആ റെഡിനോട് ഏകദേശം മാച്ചുള്ളൊരു കളറാണ്. ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ഓഫ് വൈറ്റ് കളറിൽ തന്നെ ചെറിയൊരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.